Hi friends, welcome to my YouTube channel H Media. Three Max Beginner to Advanced Tutorials in 87th lesson ആണിത്. ഈ ലെസണിലൂടെ ഇൻസ്റ്റൻസ് ടൂൾ എന്ന സ്ക്രിപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റൻസ് ടൂൾ എന്ന ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് യുണീക്കായ ഒബ്ജക്റ്റുകളെ ഇൻസ്റ്റൻസ്ഡ് ആയ ഒരു ഗ്രൂപ്പായി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ഗ്രൂപ്പായി ഇൻസ്റ്റൻസ് ചെയ്ത മോഡലുകളിൽ നിന്ന് ഒരു മോഡലിൽ നമ്മൾ ചേഞ്ച് വരുത്തുകയാണെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലെ എല്ലാ മോഡൽസിനും ആ ഒരു സെയിം ചേഞ്ച് നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ മോഡലിംഗ് വർക്ക് ഫ്ലോ ഒരുപാട് ഫാസ്റ്റ് ആക്കുവാൻ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു ഇൻസ്റ്റൻസ് ടൂൾ ഈ ഒരു സീലിംഗിലെ ട്രാക്ക് ലൈറ്റ്സിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു ട്രാക്ക് ലൈറ്റ്സിനെ ഐസൊലേറ്റ് ചെയ്യാം. നമുക്കിവിടെ കാണാം ഈ ട്രാക്ക് സ്പോട്ടുകൾ യുണീക്ക് ഒബ്ജക്റ്റ് ആയിട്ടാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ഇതിൽ ഒരു ഒബ്ജക്റ്റിൽ വരുത്തുന്ന ചേഞ്ചസ് മറ്റുള്ള ഒബ്ജക്റ്റുകളിലേക്കും ഒരേ സമയം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തുകൊണ്ട് ഇൻസ്റ്റൻസ് ആക്കേണ്ടതാണ്. നമ്മളിങ്ങനെ ഇൻസ്റ്റൻസ് ആക്കുകയാണെങ്കിൽ ഇതിലൊരു ഒബ്ജക്റ്റിന് നമ്മൾ ചെയ്യുന്ന ചേഞ്ചസ് മറ്റുള്ള ഒബ്ജക്റ്റുകളിലേക്കും നമുക്ക് റിഫ്ലക്റ്റ് ആയി ലഭിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റുകളെ ഇൻസ്റ്റൻസ് ആക്കി മാറ്റുന്നതിനായി ആദ്യം നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റുകളെല്ലാം കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാം. 12 യൂണീക്ക് ഒബ്ജക്റ്റുകളാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മെയിൻ ടൂൾ ബാറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഈ ഒരു ഇൻസ്റ്റൻസ് ടൂൾ നമുക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഈ ഒരു ഇൻസ്റ്റൻസ് ടൂൾ ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇനി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു 12 ഒബ്ജക്ട്സിനെ ഇൻസ്റ്റൻസ് ടൂളിലേക്ക് ആഡ് ചെയ്യുന്നതിനായി ഗെറ്റ് ഗ്രൂപ്പ്സ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് ഇതിൽ ആഡ് ആയിരിക്കുന്നതായി ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു ടൂളിന്റെ വിൻഡോയിൽ ഇവിടെ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്ന ഈ ഒരു ഓപ്ഷനിൽ നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റുകളെല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് റിമൂവ് സെലക്റ്റഡ് ഒബ്ജക്റ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകൾ ആഡ് ചെയ്തുകൊണ്ട് ഒരേ സമയം ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളായി ക്രിയേറ്റ് ചെയ്യാനും ഇതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അതിനെ നമ്മൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളായി ആഡ് ചെയ്യുമ്പോൾ ഓരോ ഗ്രൂപ്പിനും ഓരോ റാൻഡം വയർ കളറായി സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ടിക്ക് ഇവിടെ നിന്ന് ഓൺ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ടിക്ക് നമ്മൾ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഡിഫറെൻറ്റ് വയർ കളേഴ്സ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഇൻസ്റ്റൻസ്ഡ് ഒബ്ജക്റ്റുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്കിതിൽ ഇൻസ്റ്റൻസ് മെറ്റീരിയൽ എന്ന ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുന്ന മെറ്റീരിയൽസ് ഇൻസ്റ്റൻസ്ഡ് ആയ ആ ഒരു ഗ്രൂപ്പിലേക്കും ലഭിക്കണമെങ്കിൽ നമുക്കിവിടെ ടിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഓപ്ഷനും ഇതിൽ ആക്റ്റീവ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ലൈറ്റ്സിൽ 2 മെറ്റീരിയൽസ് ആണ് ഇതിൽ അസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ലൈറ്റ് മെറ്റീരിയലും ഒരു മെറ്റൽ പെയിന്റ് മെറ്റീരിയലും ആണ് ഇതിൽ അസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കിതിൽ ചില ഒബ്ജക്റ്റുകളിൽ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഈ ഒരു ഇൻസ്റ്റൻസ് മെറ്റീരിയൽ എന്ന ഈ ഒരു ഓപ്ഷനും ഇതിൽ എനേബിൾ ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഗ്രൂപ്പിനെ ഇൻസ്റ്റൻസ് ആയി കൺവേർട്ട് ചെയ്യുന്നതിനായി ഇൻസ്റ്റൻസ് സെലക്റ്റഡ് ഗ്രൂപ്പ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഡിഫറെൻറ്റ് ഒബ്ജക്റ്റുകളുടെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഗ്രൂപ്പിനെയും ഒരേ സമയം ഇൻസ്റ്റൻസ് ആയി കൺവേർട്ട് ചെയ്യുന്നതിനായി ഇൻസ്റ്റൻസ് ഓൾ ഗ്രൂപ്പ്സ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിൽ ഒരു ഗ്രൂപ്പ് മാത്രമാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇൻസ്റ്റൻസ് സെലക്റ്റഡ് ഗ്രൂപ്പ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്കിവിടെ ഗ്രൂപ്പ്സിൽ നിന്ന് ഈ ഒരു ഒബ്ജക്റ്റുകൾ ഇൻസ്റ്റൻസ് ആയി മാറുകയും ഈ ഒരു ടൂൾ ഇതിൽ റീസെറ്റും ആയിരിക്കുകയാണ്. നമുക്കിതിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു ഒബ്ജക്റ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാ ഒബ്ജക്റ്റിലും ഒരേപോലെ ഈ ഒരു മെറ്റീരിയൽസ് ഇവിടെ ലഭിച്ചതായി കാണാൻ സാധിക്കുന്നതാണ്. നമുക്കിതിൽ വെർട്ടെക്സ് സെലക്ട് ചെയ്തുകൊണ്ട് മൂവ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ഒബ്ജക്റ്റിൽ വരുന്ന ചേഞ്ചസ് ചെക്ക് ചെയ്യാം. നമ്മളിവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ ഇൻസ്റ്റൻസ്ഡ് ആയ ഈ ഒരു ഗ്രൂപ്പിൽ ഈ ഒരു ചേഞ്ചസ് നമുക്കിവിടെ ലഭിക്കുന്നതായി കാണാവുന്നതാണ്. ഇതുപോലെ നമ്മൾ യുണീക്കായി ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റുകളെ ഒരു ഇൻസ്റ്റൻസ്ഡ് ഗ്രൂപ്പായി ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ഇൻസ്റ്റൻസ് ടൂൾ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ വർക്ക് ഫ്ലോ ഫാസ്റ്റ് ആക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഈ ഒരു സ്ക്രിപ്റ്റിന്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊജക്റ്റുകളിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത സ്ക്രിപ്റ്റാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഈ ഒരു സ്ക്രിപ്റ്റിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മുടെ വ്യൂ പോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു വ്യൂ പോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ്. ഡ്രോപ്പ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഈ ഒരു ഇൻസ്റ്റൻസ് ടൂൾ ഇൻസ്റ്റാൾ ആയി
ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു ബട്ടണായി ക്രിയേറ്റ് ചെയ്യുന്നതിനായി കസ്റ്റമൈസ് യൂസർ ഇന്റർഫേസ് എന്ന ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. നമുക്കിതിൽ ടൂൾ ബാർ സെലക്ട് ചെയ്തുകൊണ്ട് കാറ്റഗറിയിൽ സ്നോബോൾ VFX എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻസ്റ്റൻസ് ടൂൾ ഇവിടെ കാണാവുന്നതാണ്. ഇനി ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നതിനായി നമുക്കിവിടെ ഒരു ടൂൾ ബാർ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ടൂൾ ബാറിലേക്ക് ഈ ഒരു ഇൻസ്റ്റൻസ് ടൂൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് നമുക്കിതിൽ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ഇൻസ്റ്റൻസ് ടൂൾ ഇവിടെ ഒരു ബട്ടണായി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊജക്റ്റുകളിൽ ഈ ഒരു ഇൻസ്റ്റൻസ് ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു ലെസണിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.